ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷനും വളരെ വീക്കാണ്. അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ നല്ല സെൽ ഓഫാണ് കണ്ടത്. ചിപ്പ് സ്റ്റോക്കുകളാണ് മേജറായിട്ട് ഇന്നലെ ഫാൾ ചെയ്തിട്ടുള്ളത്. പല ചിപ്പ് കമ്പനികളുടെയും ഗൈഡൻസ് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു എന്നുള്ള ഒരു കാരണമാണ് ഇന്നലെ അമേരിക്കയിൽ വലിയ രീതിയിൽ ചിപ്പ് സ്റ്റോക്കുകളുടെ സെൽ ഓഫിന് കാരണം. അതോടൊപ്പം തന്നെ മറ്റെല്ലാ സ്റ്റോക്കുകളും ഇന്നലെ താഴെയാണ്. അമേരിക്കയിൽ NVIDIA അറൗണ്ട് 9.53% താഴെയാണ്. അതുപോലെ തന്നെ AMD 7.8% താഴെയാണ്. ബ്രോഡ്കോം 6.16% താഴെയാണ്. ഇതാണ് മേജർ ചിപ്പ് മേക്കിംഗ് കമ്പനീസ്. അതോടൊപ്പം തന്നെ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റുകളും വളരെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇന്നലെ കാഴ്ചവെച്ചിരുന്നു. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. പക്ഷേ മേജർ ക്രാഷ് ഉണ്ടായിട്ടുള്ളത് ബ്രന്റ് ക്രൂഡ് ഓയിലാണ്. $73 പെർ ബാരൽ വരെ താഴ്ന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ $73.25 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2,500 പെർ ഔൺസ് ആണ്. സ്പോട്ട് ഗോൾഡ് $2,526 പെർ ഔൺസ് ആണ്. ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഓൾമോസ്റ്റ് ഒരു ലോവർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഗോൾഡ് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് വരുന്ന ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ 1.44 lakh crore ഡിഫൻസ് ഓർഡേഴ്സാണ് പല കമ്പനികൾക്കും കിട്ടാൻ പോകുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ്, HAL, മിശ്ര ധാതു നിഗം, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഇത്തരത്തിലുള്ള PSU ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഈ ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെയും കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ഓവറോൾ മാർക്കറ്റ് വീക്കായ കാരണം ഈ സ്റ്റോക്കുകളിൽ ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം ഇനീഷ്യലി. ഒപ്പം മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡ് ഹയസ്റ്റ് എവർ പ്രൊഡക്ഷൻ ഡാറ്റ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ. NHPC ഈ റീസെൻ്റായിട്ട് നവരത്ന സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ളൊരു കമ്പനിയാണ്. MOU സൈൻ ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര ഗവൺമെൻറ്റായിട്ട്. പമ്പിൾ സ്റ്റോറേജ് പ്രൊജക്റ്റുകൾ, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾക്കാണ് പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ NHPCനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രൊജക്റ്റുകൾ വലിയ രീതിയിൽ ഡിലേ ആവുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ നവരത്ന സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എത്രത്തോളം അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് NHPCയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. VST ഇൻഡസ്ട്രീസ് 10:1 ബോണസ് അനൗൺസ് ചെയ്തിരുന്നുണ്ട്. റെക്കോർഡ് ഡേറ്റ് വരികയാണ്. അതായത് ഒരു ഷെയറിന് 10 ഷെയറാണ് ഫ്രീ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പോകുന്നത്. ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. കമ്പോണസ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ ഒരു 30 to 40% അപ്രീസിയേഷൻ ലഭിക്കാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ഒപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗാല പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ നമ്മൾക്ക് മെയിൻ ബോർഡിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO. നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഒപ്പം ധാരാളം IPOs ഒക്കെ ഉണ്ട്. പക്ഷേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വളരെ വീക്കാണ്. പല സന്ദർഭങ്ങളിലും SME റിലേറ്റഡ് പല സ്റ്റോക്കുകളും പല നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന IPOs മാത്രം അപ്ലൈ ചെയ്യുക. ലിസ്റ്റിംഗ് ഗെയിം വലിയ രീതിയിൽ ലിസ്റ്റിംഗ് ഗെയിം ആയിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആരും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ വാങ്ങുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഫണ്ടമെൻ്റൽസ് നോക്കിയിട്ട് മാത്രമാണ് ലിസ്റ്റിങ്ങിന് ശേഷം ഈ സ്റ്റോക്കുകളൊക്കെ വാങ്ങാനായിട്ട് പാടുള്ളൂ. ഇനി മാർക്കറ്റ് ഇന്ന് വീക്കാണ്. തീർച്ചയായിട്ടും നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കീടെക്സ്, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്, 63 മൂൺസ് ടെക്നോളജീസ്, അതുപോലെ തന്നെ സിൽവർ ലൈൻ, ഇതൊക്കെ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും. കീടെക്സിൻ്റെ സ്പിന്നിങ് മില്ല് ഈ മാസം തെലങ്കാനയിൽ കമ്മീഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഒപ്പം മാർച്ചോട് കൂടിയിട്ട് ഫസ്റ്റ് ഫേസും കമ്മീഷൻ ചെയ്യും. വലിയ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് അവരുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ഇമ്മീഡിയറ്റ് ഉണ്ടാവുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. 63 മൂൺ ടെക്നോളജീസ് വേഴ്സ്റ്റ് സീംസ് ഓവർ ഫോർ ദിസ് കമ്പനി. പഴയ ഇഷ്യൂസ് എല്ലാം സെറ്റിൽ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. സിൽവർ ലൈനിലും പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ് ഈ കമ്പനികളെ സംബന്ധിച്ചുള്ള. അപ്പോൾ മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ ഈ സ്റ്റോക്കുകളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.